നല്ലൊരു മ്യൂസീഷ്യനാണ്. ഉലകിതിലാരോടും തോൽക്കാവീരൻ സിംഗറാണ്. കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ ലിറിസിസ്റ്റ് ആണ്. മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ റാപ്പറാണ്. മറഞ്ഞോ താരാട്ടാതെന്തേ. ലെറ്റ്സ് വെൽക്കം ഡബ്സി. College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. M.J.R. University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ് ബെസ്റ്റ് ആർട്ടിസ്റ്റ് എനിക്ക് കിട്ടും. അത്രയും ലിസണേഴ്സ് സ്ട്രീം പോകുന്നില്ല. ഇതൊക്കെ എനിക്ക് ആരെ കാരണം കിട്ടുന്നത് നമ്മുടെ നാട്ടുകാരാണ്. 4.5 മില്യൺ മന്ത്ലി ലിസണേഴ്സ് ആണ് ഇപ്പോൾ ഒരു കണക്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാസത്തെ ലിസണേഴ്സ് 4.5 മില്യൺ. മലപ്പുറത്തെ ഒരു മിഡിൽ ക്ലാസ്സിൽ വളർന്ന ഒരാള് ലണ്ടൻ വിദേശ രാജ്യങ്ങൾ മൊത്തം കവർ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. വലിയൊരു അംബിഷൻ സാറ്റിസ്ഫൈ ചെയ്ത ഒരു സംഭവം. ഇതൊക്കെ എന്നോടുള്ളൊരു വിപ്ലവമാണ്. മറ്റ് യൂറോപ്പ് രാജ്യങ്ങളെ എത്തണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്കോ ഞാൻ അങ്ങനെ അവരെ തരം താഴ്ത്തി സംസാരിക്കില്ല. ഈ സാധനമാണ് SSLC സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഈ മണവാളത്തേക്കും ഈ പറഞ്ഞ ഇതും വെച്ചിട്ട് ഞാൻ കറങ്ങി വന്നത്. ഞാനൊരു IELTS എഴുതേണ്ടി വന്നില്ല, എനിക്ക് ബാങ്കിൽ ബാലൻസ് കാണിക്കേണ്ടി വന്നില്ല. ആരാണ് അവിടെ ആർട്ടിന്, ആരാണ് ഇവിടെ ബാരിയേഴ്സ് ഉണ്ടാക്കി അത് കാണിച്ചു കൊടുക്കലാണ് ഞാൻ പറഞ്ഞ വിപ്ലവം. And I proved. I've gone and I came and I'm in front of with my art. Now I'm sitting here also. So that makes sense. Art എന്ന് പറഞ്ഞ വിപ്ലവം. അവരൊരു കീയക്കളിപ്പിടി കൂട്ടണം അടിപിടി നടക്കണ പെട്ട കാലം മനസ്സാകം ചിരിച്ചൊരു ചിരിച്ചിരി പരിചരി നിരിച്ചത് പിടിച്ചിരി. ഓഫ് കോഴ്സ് എനിക്കുണ്ട് ഡയറക്റ്റ് ചെയ്യാമെന്ന് കൂടിയുണ്ട്. അതുപോലെ അല്ല ഐ എം സ്ട്രോങ്, ഐ എം കോൺഫിഡന്റ്. അതിൻ്റെതായ പാത സ്വീകരിച്ചിട്ട് ഇൻഷാള്ള യോഗം വിദ്യുണ്ടെങ്കിലായിരുന്നു. അങ്ങനെ ഒരു പടം വരികയാണെങ്കിൽ ഇപ്പൊ ഡബ്സി പറഞ്ഞ പോലെ തന്നെ ഡബ്സിന്റെ മണ്ണിന്റെ മണമുള്ള മലപ്പുറം കഥയാവുമോ അതോ എനിക്ക് തല്ല് ഭയങ്കര അടിപിടി നമ്മൾ അനുഭവിച്ച കുറെ സാധനങ്ങൾ സിനിമയിലൂടെ ഒക്കെ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുള്ളൂ. അതിനെന്ന് ഞാൻ പാകപ്പെടുന്ന എനിക്ക് ബോധ്യമാവുമ്പോൾ ഞാൻ പുറത്തു വരും. ഫാഫയെ നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാമോ? നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഹൈൻഡ് വുഡ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാട്ട് പാടി നടന്നത് ആരുടെ പാട്ടാന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കും. മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മ്യൂസീഷ്യനാണ്, സിംഗറാണ്, ലിറിസിസ്റ്റ് ആണ്, റാപ്പറാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ലെറ്റ്സ് വെൽക്കം ഡബ്സി. ഞാൻ നേരത്തെ പറയാൻ കാരണം ഇപ്പൊ എന്റെ ഞങ്ങൾ നാട്ടുകാരാണ്. അത് വേറൊരു കാര്യം. അതെ, അടുത്തടുത്ത ഒരു 10 കിലോമീറ്റർ 10 പോലും ഇല്ല, കുറച്ചൊരു 15 കിലോമീറ്റേഴ്സിന്റെ മിനിറ്റ്സിന്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്റെ ഇക്കാട് ഒരു ചെറിയ പയ്യുണ്ട്. ഈ പയ്യൻ തൊട്ട് എന്റെ ഉമ്മച്ചി വരെ പാടി നടന്നിരുന്ന പാട്ട് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇല്ലുമിനാറ്റി ആയിരുന്നു. ഇവർക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാലും ഈ പാട്ട് വേണം, റൂമിൽ കയറിയാലും ഈ പാട്ട് വേണം. ഈ പാട്ടിൽ അതൊരു പരിപാടി ഉണ്ടായില്ല. സോ അങ്ങനെ ഒരു ഭേദമന്യേ എല്ലാവരും ഈ ഒരു പാട്ട് ആസ്വദിക്കാനും അത് പാടിയെടുക്കാൻ തുടങ്ങി. ഇപ്പൊ വേറെ സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ IPL വരെ IPL-ന്റെ ഇടയ്ക്ക് വരെ ഇത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജു ഇറങ്ങി വരുമ്പോൾ എല്ലും മിന്നാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലെ? സത്യമായിട്ട് ഫസ്റ്റ് അതിന് താങ്ക്സ് പറയാനുള്ളത് സമീർ ഖാനാണ്. കാരണം വെച്ചാൽ സമീർ ഖാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സമീർ തായർ പുള്ളിക്കാരനാണ് എൻ്റെ ക്യാമറയും പരിപാടിയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ മൂപ്പര് വിളിച്ച് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എഴുതാത്ത പാട്ടാണ്, ഈ എൻ്റെ വരിയുള്ള വേറെ ആളാണ്, അപ്പം കുഴപ്പമില്ല പ്ലേ ബാക്കിങ്ങും ഞാൻ ചെയ്യും. അങ്ങനെ സുഷിൻ ബായും വിനായക് എല്ലാവരും കൂടിയിട്ടുള്ളൊരു അടിപൊളി ഒരു കൈൻഡ് ഓഫ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു കൊളാബറേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസിൽ ആസ് എ ബഡ്ഡിങ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലുള്ള എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അതിൻ്റെ ബെസ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഐ ഹോപ്പ് ഐ ഹാവ് ഡൺ ദാറ്റ്. അതൊക്കെ അടിപൊളിയായിട്ട് ഇപ്പം ഗ്ലോബലി വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കാണ്. ലൈക്ക് കേരളത്തിൽ നിന്ന് മലയാള ആൽബം, അതായത് സിനിമ ഓറിയൻറ്റഡിൽ സുലൈഖ മഞ്ചിലായിരുന്നു അതിന് മുന്നേ ഗ്ലോബലി അറ്റൻഷൻ കിട്ടിയ ഫസ്റ്റ് ആൽബം. വിഷ്ണു ചേട്ടൻ അതിൻ്റെ കൂടെ എൻ്റെ ഒരു ചെറിയ ഓളം വെക്കൊണ്ടിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആവേശമാണ് സെക്കൻഡ് ടൈം അത്രയും ഗ്ലോബലി അറ്റൻഷൻ കിട്ടിയ ഒരു ആൽബം, സ്പോട്ടിഫൈ വൈസ് അല്ലെങ്കിൽ ഗ്ലോബൽ ചാർട്ടൊക്കെ വൈസ്. അപ്പോൾ അതിലിപ്പോൾ ഇലുമിനാറ്റിക്ക് ഇത്രയും വലിയൊരു ഒരു പങ്കുണ്ട്. ഡെയിലി 7 lakh+ ഓഡിയൻസ് അത് ലിസൺ ചെയ്യുന്നുണ്ട്. സോ സംതിങ് ബിഗ് അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 ലൈൻസ് ഏതായിരിക്കും ആ പാട്ടിനകത്ത്? ഉലകിതിലാരോടും തോൽക്കാവീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ കമ്മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്തേ. അവരിക്ക്
ഞാൻ റാപ്പറാണ്, ഞാൻ ഒരിക്കലും ഒരു റാപ്പറാണെന്ന് അവകാശപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനും ജനിച്ചു വളർന്ന നാട്ടിലുള്ള എലമെന്റ്സും അതിലുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെയാണ് ഒരു ഇന്ത്യയുടേതായ സോണിക്കിലാണ് ഞാൻ ഓരോ ജോണറുകളിൽ അവതരിപ്പിക്കുന്നത്. അതല്ലാതെ ഒരു റാപ്പർ എന്നുള്ള ഒരു തലക്കെട്ടിൽ ഒതുങ്ങി നിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല റാപ്പറാണെന്ന്. അത് ശരി, അങ്ങനത്തെ ഒരു ബാനർ, അങ്ങനത്തെ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഐ എം ജസ്റ്റ് മേക്കിംഗ്. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഐ എം നോട്ട് എ റീഡർ, അത്ര വായിക്കൊന്നുമില്ല. പണ്ട് പഠന സമയത്തൊക്കെ വായിച്ചിരുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വായനാശീലം ഇപ്പം ഇല്ല. കാര്യം കുറെ ആൾക്കാരോട് സംസാരിക്കുന്നതിലൂടെ കിട്ടുന്ന കുറെ സാധനങ്ങളാണ് ഞാൻ എൻ്റെ ചേരുവകളായിട്ട് എൻ്റെ പാട്ടിൽ ചേർക്കുന്നത്. സൂപ്പർ. ഇപ്പൊ ഇങ്ങനെ ഈ മലബാർ ബേസ്ഡ് ആയിട്ട് സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിലും നിങ്ങൾ മയ പോയ കോഴിക്കോട് എന്നുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഈ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഒരു ഇവന്റ് ചെയ്യാൻ പോകുമ്പോൾ, ഷോ ചെയ്യാൻ പോകുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും റിയാക്ട് ചെയ്യുക, എന്തിനാ കാണിക്കണേ എന്നുള്ള രീതിയിൽ ചോദിക്കുക? ഞാൻ ഭയങ്കരമായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയെടുത്തതാണ്. എനിക്ക് എന്തെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് 3 വർഷം വരെയുള്ള ട്രാക്കുകൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ എൻ്റെ സൗണ്ടിൽ ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഡെപ്ഷൻ. ഞാൻ എത്ര എന്തായാലും എന്ത് ഇതായാലും എൻ്റെ പരിപാടികൾ ഇവിടെ ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഐ ഓൾവേസ് വോണ്ട് ടു റെപ്പ് മൈ കൾച്ചർ. അതിനൊരു ബൗണ്ടറി ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ വല്യാപ്പാടെ ഒരു ചുറ്റിട്ടിട്ടാണ് ഞാൻ സ്റ്റേജിൽ, അതിനത്രയും ആൾക്കാർ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. അത് കൈൻഡ് ഓഫ് ഒരു കൾട്ടാണത്. ആണത്, അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതില്ലെങ്കിൽ ഇനി എൻ്റെ പല ഷോയിനും ഞാൻ അങ്ങനെ റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൾച്ചർ അതിലിപ്പോൾ കളറുണ്ട്, അതിൽ പലതും ഉണ്ട്. ഇതൊക്കെ നമ്മളെ മണ്ണിന്റെ ആർട്ടാണ്. അതിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തീരുമാനിച്ചിട്ട് തന്നെയാണ് എൻ്റെ സൗണ്ടിൽ എന്നും എൻ്റെ സാധനം ഉണ്ടാവും. എനിക്ക് എന്ത് തോന്നുന്നത് ഞാൻ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഞാൻ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയത്. ഞാൻ ഒരിക്കലും വേറൊരു പേര് തേടി പോയിട്ടില്ല. ടു ബി ഹോണസ്റ്റ് വിത്ത് യു. ഞാൻ അങ്ങനെ, പക്ഷെ അവരെ നിഷേധിച്ചുകൊണ്ട് പറയല്ല കേട്ടോ. അത് എന്നുവെച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ ഞാൻ ചെയ്യാന്നുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2 വർഷത്തിൽ മോർ ദാൻ 32+ ട്രാക്ക് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നോബഡി നോസ് ദാറ്റ് മണവാളൻ തഗിന്റെ ബാക്കിൽ എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ സ്റ്റെംസ് ആയിരുന്നു ആഷിഖ് ഔട്ടൻ, അല്ലെങ്കിൽ ശേഖർ ഭായ്, ശ്രീനാഥ് ബാസി, അതുപോലെ KMF, മരിദീപ്, മറ്റേ കുറെ ആൾക്കാർ പേര് എനിക്ക് എടുത്തു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കുറെ ആൾക്കാർ എൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്. ബിജി പാൽ, ഷബാസ്ക, അവരൊക്കെയാണ് ഈ പോപ്പിനെ ആ സമയത്ത് കൊച്ചിൻ മ്യൂസിക് ഫെഡറേഷൻ ഞാൻ എൻ്റെ ഗൾഫ് ജീവിതമൊക്കെ ഒരുവിധം ഒതുക്കിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എല്ലാവരും മലബാറികളെ പോലെ ഞാനും പ്രവാസമൊക്കെ വിട്ടെറിഞ്ഞ് കലക്ക് വേണ്ടി കുറച്ച് സമയം ഉണ്ടാക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ ഇറങ്ങി തിരിച്ചിട്ട് കൊലച്ചതി, മനുഷ്യൻ, മാരിജൻ, ഊര, പുള്ളെ, കരയാനും പറയാനും, അങ്ങനെ ചതിയൻ, ഇങ്ങനെയൊക്കെ തുടങ്ങി ഏകദേശം അറൗണ്ട് ഒരു 10-11 ട്രാക്കിൽ 3ാമത്തെ ട്രാക്ക് എത്തുമ്പോൾ ബാസി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഖർ ഭായ് ഇവരൊക്കെ കൂടെ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഹിപ്പ് ഹോപ്പ് ഷോ ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫേസ് പലർക്കും അറിയില്ല. വെച്ചാൽ മെയിൻ സ്ട്രീം മൂവി ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇന്നത്തെ പരിപാടി മാറി. നൗ ലൈക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ ഇൻഡിപെൻഡന്റിന് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇതിൽ നിന്ന് ഒരുപാട് അവരേതായ നീഡ്സ്, ഇപ്പൊ കോളേജ് ടൈം തൊട്ടിട്ട് സ്കൂളിൽ പഠിക്കുന്നവർ തൊട്ടിട്ട് പാരൻസ് ആയവർ എല്ലാവരും ഹിപ്പ് ഹോപ്പിലുണ്ട്. ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ, റോക്ക് ബാൻഡ്, അല്ലെങ്കിൽ കുറെ പല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ദേ ആർ ഓൾസോ ഗെറ്റിംഗ് ഗുഡ് റെമ്യൂണറേഷൻ ആൻഡ് ഓൾ. അപ്പോൾ ഇതിനർത്ഥം ഒരു ഇൻഡിപെൻഡന്റ് സോൺ ഈസ് വർക്കിംഗ് ആൻഡ് ദാറ്റ്സ് ഏറ്റവും സേഫും ഏറ്റവും നല്ലതും. സ്പോട്ടിഫൈ ഓൾസോ ഞങ്ങൾക്ക് ഇപ്പം മിനിയാന്നൊക്കെ സ്പോട്ടിഫൈ അത്ര അടിപൊളിയായിട്ട് സൗത്ത് അല്ലെങ്കിൽ മലയാളികളുടെ ഈ ഒരു സാധനം 4,000 + 5,000 എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് സംതിങ് എൽസ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ് ബെസ്റ്റ് ആർട്ടിസ്റ്റ് എനിക്ക് കിട്ടി. ആൻഡ് ദ കോണ്ടാക്റ്റഡ് അത്ര ലിസണേഴ്സ് സ്ട്രീം പോകുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ആരെ കാരണം കിട്ടുന്നത് നമ്മളെ നാട്ടുകാരാണ്. പല കോണിലിരിക്കുന്നുണ്ട്. ഇപ്പം അറൗണ്ട് UK നിന്നൊക്കെ സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ 11,000 to 20,000, അല്ലെങ്കിൽ എമിറേറ്റ്സിലേക്ക് മാറുമ്പോൾ അത് 2 lakh 3 lakh. സോ അറൗണ്ട് എൻ്റെ പാട്ടുകൾ എത്ര പേര് കേൾക്കുന്നുണ്ട്, ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. ഇതൊക്കെ സ്പോട്ടിഫൈയും കാണുന്നുണ്ട്. 4.5 million മന്ത്ലി ലിസണേഴ്സ് ആണ് ഇപ്പോൾ ഒരു കണക്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസത്തെ ലിസണേഴ്സ്. സോ 4.5 million. അത് ഈ മലബാറി ബാഗർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ എന്റെ മണ്ണ് റെപ്പേനുണ്ടല്ലോ. ഇപ്പൊ മാപ്പിളപ്പാട്ടാണെങ്കിലും ഈവൻ അത് കേൾക്കാൻ ഈ 4.5 million പ്രീമിയം പൈസയും കൊടുത്തിട്ട് അവർക്ക് പിരാന്തൊന്നുമില്ലല്ലോ. സൗണ്ട്സ് ഗുഡ് ബ്രോ.
അതെ, ഇപ്പോഴും ആക്ച്വലി മാപ്പിളപ്പാട്ട് കേൾക്കുന്നതൊക്കെ പലരും കുറച്ചിലായിട്ടൊക്കെ അങ്ങനത്തെ ഉള്ള കാര്യം തന്നെയാണ്. അങ്ങനെ കുറച്ചിലായിട്ട് കേൾക്കുന്ന കുറെ ആൾക്കാരും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അവരുടെ ഇടയിലേക്ക് ഈ അങ്ങനത്തെ പാട്ടുകളായിട്ട് വരുമ്പോൾ ഡബ്സി ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസ് ഒക്കെ എന്തൊക്കെയാണ്? എനിക്ക് നോക്കലല്ലോ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇതിന്റെ പണി ഉണ്ടാക്കലാണ്. ഞാൻ ഇപ്പോ ഇതിന്റെ പാട്ട് കേട്ടിട്ട് വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന മസ്ത് കലന്തറില്ല. അപ്പൊ ആ പാട്ട് ഇറങ്ങണതിന് മുന്നേ ചിലപ്പോ ഞാനൊരു 1000-1500 പ്രാവശ്യം കേൾക്കും. അതിന്റെ കൂടെ കൂടിയിട്ട് അതിന്റെ കാര്യം വെച്ചാല് എഴുതപ്പെട്ട് റെക്കോർഡ് ചെയ്ത് റഫ് കിട്ടിയിട്ട് ഞാൻ എന്റെ ഫൈനൽ ഔട്ട് മൈക്കിൽ എടുക്കാൻ പോണവരെ അതിന് ആവശ്യമുള്ളൂ. അതിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ദെയർ ഐ ആം പുട്ടിങ് ഒരു റെസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ ഞാൻ പല രീതിയിലായിട്ട് ആസ്വദിച്ച് കേൾക്കും. ഫൈനൽ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പിന്നെ അതാ പറഞ്ഞേ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് സോണിലാണ് നമ്മളെ കല പുറത്തു വന്നു. അല്ലെങ്കിൽ നമ്മള് വേണ്ടിയിരുന്നില്ല. റിഗ്രറ്റ് എടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? 10 ടേക്ക് എടുത്താലും അപ്പൊ 11ാമത്തെ ടേക്ക് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ ആണെന്ന് എനിക്കും തോന്നുന്നു, അത് നമ്മളെ മിക്സ് ചെയ്യുന്ന ആൾക്കും എല്ലാവർക്കും തോന്നുന്നു. ഇതാണ് ഇതിന്റെ പ്രോസസ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും പുതിയൊരു സാധനം ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്? ഇഷ്ടം പോലെ അതിനെല്ലാം ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മലബാറി ബാങ്ങർ അല്ലല്ലോ കൽബും കട്ടി അല്ലല്ലോ. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മണവാളൻ തഗ്, അതുപോലെ മണവാളൻ തഗ്ഗല്ലോ ഓളമൊപ്പ്. അല്ലെങ്കിൽ അതിനൊക്കെ അത്രയും വ്യത്യാസമുണ്ട്. കൊത്തരാജ ജയ്ച്ചേട്ടനെ വിളിച്ചത് വേറെ പാട്ടല്ലേ? ഇലുമിനാറ്റി ഇതൊക്കെയാണോ? അല്ല. അപ്പൊ ഇനി വരാൻ പോകണം മാറും. മോർ ദാൻ 14 to 16 ജോണർ ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടെന്ന് വിശ്വസിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ഇത്തിരി ബത്തനാണെങ്കിലും റെഗീറ്റനാണെങ്കിലും ട്രാപ്പ് ആണെങ്കിലും സൈഡ് ട്രാൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈ ഹൗസ് മ്യൂസിക് ആണെങ്കിലും ഇതൊക്കെ ജോണറുകളാണെന്നുള്ള പറയാൻ തന്നെ ഇല്ല. കാര്യം മ്യൂസിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മ്യൂസിക് ദാറ്റ്സ് ദ തിങ്. അതിലൊരു ജോണർ ഇല്ല. ഇപ്പൊ നമുക്ക് ഏതൊക്കെ എനിക്ക് കമ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ കമ്പോസിങ്ങിന് അത്ര വലിയൊരു ഹുക്ക് പോർഷനോ സംഭവം ഉണ്ടാവും. അതുപോലെ അല്ലല്ലോ ഇലുമിനാറ്റി. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇലുമിനാറ്റിക്ക് വരുമ്പോൾ അതിൽ ശരിക്കും ഫഹദിന്റെ രംഗണൻ എന്താണോ അതിന് പറ്റിയ സാധനങ്ങളാണ് മൊത്തം എഴുതിയേക്കുന്നതും. അയ്യോ ഒരു രക്ഷയില്ല. ആ പടം കണ്ടിറങ്ങിയവർക്കാണ് പിന്നെയും ഈ പാട്ട് കണക്ട് ആവുക. ഈവൻ ഞാൻ പോലും ആ പടം അതിന് ഇപ്പൊ പിന്നെ ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പരിപാടിയാണെങ്കിലും ചെയ്യുക. പിന്നെ ഫഹദ് വാസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു സിനിമയ്ക്ക് വന്നപ്പോൾ? അവരെ പോലെ ഭയങ്കര കാമായിട്ടുള്ള ഇപ്പൊ സുഷിൻ ഭായി ആണെങ്കിലും ചെറിയ സ്മൂത്ത് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആള്. ഇപ്പൊ ഒരു മുപ്പരേതായ ഒരു പരിപാടിയാണ് പിടിക്കുന്നത്, അല്ലാതെ അതിലൊരു വലിയൊരു സാധനം ഒന്നും കാണില്ലല്ലോ. മുപ്പര കൂടി ഇരുന്നു ചില്ല് ചെയ്ത് പാട്ട് പാടാനുള്ള സമയം പാട്ട് പാടി. ഇപ്പൊ നമ്മളും ട്രെയിനിയുടെ ആളൊന്നല്ലേ. എന്താ വെച്ചാൽ ഉള്ളത് തോന്നണ അപ്പൊ ഹിറ്റ് ആവുന്നത് സ്പോട്ടാ സ്റ്റുഡിയോയിൽ. അപ്പൊ അത് വെച്ച് കൊടുത്ത് ഇപ്പൊ പാതിക്കാനാണെങ്കിലും ഇതിന്റെ അതിന്റെ ക്യാമ്പയിന് വേണ്ടി പോയപ്പം അൻവർ ഖാൻ ഇവരൊക്കെ കാണാൻ കഴിഞ്ഞ്, പാതിക്കാനെ കാണാൻ കഴിഞ്ഞ് ഭയങ്കര ഭാഗ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വ്യക്തികൾ കലാകാരനും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര വലിയ വിജയമാണ്. ഇപ്പൊ മ്യൂസിക് ആണെങ്കിലും ഖാലിദ് റഹ്മാനാണെങ്കിലും ഫസ്റ്റ് തല്ലുമാലയില് വരുന്നത്. അതെ, ഫസ്റ്റ് കൊണ്ടുവന്നത്. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ആൾക്കാർ കാരണമാണ് ആ ഒരു ഫേസിലേക്ക് നമ്മൾ എത്തുന്നത്. വെച്ചാൽ അഷറഫ് ഹംസ തിരക്കഥാകൃത്തിൽ ഒരാളായ മൂപ്പറിന്റെ മകനാണ്. അത് അതിരിയിലേക്ക് എത്തി. അതിരി പിന്നെ അത് ഹാൻഡ് ഓവർ ചെയ്ത ആ ക്രൂ മൊത്തം. അതുപോലെ ആഷിഖ് ഉസ്മാൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, ഇവരൊക്കെ വലിയ കാരണമാണ്. പ്ലസ് ആ പാട്ടിന് അത്രയും അവരെ ഇതിൽ ഉയരാൻ അതിനോട് അടുത്ത് നിൽക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അഫ്കോഴ്സ് ടോവിനോ, കല്യാണി പ്രിയദർശൻ, അതിന്റെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും കാരണമാണ്. വിഷ്ണു വിജയ് പുള്ളിക്കാരൻ്റെ തുറന്ന മനസ്സില്ലെങ്കിൽ അവിടെ ആ ഒരു പാട്ട് എങ്ങനെ കാര്യം ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളിൽ ഉള്ളതും ഇല്ലാത്തതും. വിഷ്ണു ചേട്ടൻ്റെ കൂടെ പണിയെടുക്കാൻ നല്ല പൂതിയുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിച്ച് ഇപ്പൊ ആ പാട്ട് ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ്. അതാ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് 24/7 ആകുമ്പോൾ യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് സ്റ്റഫ് ബ്രോ. അല്ലെങ്കിൽ ഒരു ജോണർ പിടിച്ചിരിക്കാൻ മാത്രമുള്ള അതിലുള്ളൊരു സാമ്പത്തികന്റെ പെരയിലില്ല. ദാറ്റ്സ് ദ ട്രൂത്ത് യുനോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മള് 24 ഡ്രൈവ് ചെയ്തോണ്ടിരുന്നത്. എന്തായാലും കല ചെയ്താലൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ. എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്ന. ഈ ഒരു സമയത്ത് ഇപ്പൊ വീട്ടിലത്തെ പഴയ കാര്യങ്ങൾ പറഞ്ഞു. ആ സ്ഥിതിയിൽ മാപ്പിളപ്പാട്ടിന്റെ കേസിലേക്ക് വരുമ്പോൾ ഡബ്സിയുടെ വായിൽ നിന്നും എനിക്കൊരു മാപ്പിളപ്പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്.
സോ ക്യാൻ സിംഗ് ഒരു 4 lines. അത് കഴിഞ്ഞിട്ട് വേറൊരു പാട്ടും കൂടെ ഉണ്ട്, അത് ഞാൻ അവസാനം പറയാം, അത് വേറെ ശല്യപ്പെടുന്നില്ല. ഇത് ജസ്റ്റ് ഒരു മാപ്പിള പാട്ട് നല്ല ഇഷ്ടമുള്ള ഫേവറേറ്റ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ടാണ് റാസ ബീഗം എന്ന ആർട്ടിസ്റ്റുള്ള ഓമലാദി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പറഞ്ഞാൽ ഇൻ ദ സെൻസ് നമ്മൾ അവിടെ നിന്നൊക്കെ കുറെ പെട്ടെന്ന് മുന്നിൽ അല്ലാതെ ഒരുപാട് പാട്ടുണ്ട്. പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി, പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി, കണ്ടതില്ല നിന്നെയല്ലാതൊന്നും ഈ പ്രപഞ്ചത്തിൽ, ഒന്നും ഈ പ്രപഞ്ചത്തിൽ, ഓമലാളെ നിന്നെയോർത്ത്. ഇതിനകത്ത് എവിടെയോ ഒരു നഷ്ടപ്രണയം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം ഇല്ലായില്ല. നഷ്ടപ്രണയില്ല, ഞാൻ കെട്ടിയ ആദ്യം പ്രേമിച്ചോളെ തന്നെ കെട്ടിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടില്. അതുകൊണ്ട് നഷ്ടപ്രണയില്ല. പക്ഷെ നമ്മൾ ആ ഇമോഷനെ ഭയങ്കരമായിട്ട് എടുക്കുന്ന ആളാണ്. വെച്ചാൽ പാട്ട് കേൾക്കുമ്പോൾ വിത്തൗട്ട് മ്യൂസിക്കിന്റെ സഹായമൊന്നും ഇല്ലാതെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനമാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക ഒരു വോക്കലിസ്റ്റ് ആണെങ്കിൽ. വിത്തൗട്ട് മെറ്റീരിയലിസ്റ്റിക് സംതിങ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് ഇല്ലാതെ ഇപ്പം ഈ പറഞ്ഞ വോൺ വോയിസിലൊക്കെ നമ്മൾ ഇടയ്ക്കിരുന്ന് ജാമി. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഇപ്പോൾ വേടനാണെങ്കിൽ വേടൻ്റെ ഒക്കെ ഒരു പാട്ടിൽ 1% വരെയാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക്. അയാളൊക്കെ പാടുന്ന വോക്കിൽ ഞാൻ അയാളെ പൊക്കി പറയില്ല, ആ വ്യക്തി എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. പക്ഷെ അയാളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുമായിട്ട് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. എസ് എ ഞാൻ പറഞ്ഞു, പാട്ടുകാരനാണ്. ഇപ്പൊ ബേബി ജീന് ഓന്റെ സ്റ്റൈൽ ഞാൻ പറഞ്ഞു, സോണിക്കാണ് അവിടെ വർക്ക് ചെയ്യണത്. ഓരോ വേറെ തലത്തിൽ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വരും. ഇപ്പൊ ഇന്ത്യയില് ബേബി ജി എന്ന് പറഞ്ഞ പാട്ടുകാരന് പാട്ടാ പാടിയിരിക്കുന്നത്. 100 എന്ന് പറഞ്ഞൊരു ഒരു പാട്ട് പൈലവും പാട്ടാ പാടിയിരിക്കുന്നത്. അകമിലെ തെളിവിനെ അതിർപ്പത്തിൽ അലച്ചിടും, അതരം നിറച്ചതില് അരിഞ്ഞിടും ഉരിഞ്ഞിടും, മധുഹിന്റെ കെട്ട് കണക്കെടുത്തിടും നിരത്തിടും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ റാപ്പിന്റെ ആ ഒരു സാധനം ബദർപ്പാട്ടും തമ്മിൽ അവരൊരു കീയക്കളിപ്പിട്ടി കൂട്ടണം, അടിപിട്ടി നടക്കണ പട്ടക്കട്ട കാലം മനസ്സാകം ചിരിച്ചൊരു ചിരിച്ചിരി പരിചിരി നിനച്ചത് പിടിച്ചിരി. സോ ചിരി 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 പരിചിരി നിനച്ചതു പിടിച്ചിരി, ചിരി ചിരി പരിചിരി നിനച്ചത് പിടിച്ചിരി. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പൊ അത് ഇതിനൊക്കെ ഒരുപാട് നാക്ക് പിടിക്കേണ്ടിയിരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ആണോ? എഴുതുമ്പോ നമ്മൾ ആ കമ്പോസിങ് എടുത്ത് ഒരുപോലെ വരുമ്പോ അവര് അങ്ങനെ വരും വേടില്ല. അപ്പൊ പിന്നെ പ്രാസൊപ്പിക്കണം, ഇതിന്റെ പണി പോളിസിയാണ്. ഒരു വണ്ടി കൈക്ക് തുടച്ചാലേ. ശരിക്കും ഡെപ്സിക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നമായിട്ടുണ്ടായിരുന്ന ആ പണ്ട് തൊട്ടേ, കുട്ടിക്കാലം തൊട്ട് തന്നെ പാട്ടുകാരൻ? കൗതുകം. എനിക്കതിനെ കുറിച്ച് പറയാൻ വ്യക്തമായിട്ടറിയില്ല. പക്ഷെ ഞാൻ സിനിമന്റെ ഭാഗമാവണമെന്ന് വളരെ കാലം മുന്നേ തന്നെ തീരുമാനിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാക്കിയെടുത്താണ്. ചില ആസ് എ ചൈൽഡ് ആകുമ്പോൾ നമ്മൾ ഒരു ഹെഡ്ഫോണൊക്കെ ചെവി കുത്തിക്കഴിഞ്ഞാൽ അതിൽ കുറെ വിഷ്വലൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് മ്യൂസീഷ്യൻ ആവണം, അല്ലെങ്കിൽ മ്യൂസീഷ്യൻ ഓഫ് കോഴ്സ് ഗോയിങ് ഫോർ സിനിമാസ്. അവർക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കല്, കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അന്ത കാലത്ത് ഡ്രീം പറഞ്ഞ അഭിനയിക്കാൻ എന്തായാലും അഭിനയിക്കല് തർക്കമൊന്നുമില്ല. ഞാൻ ജീവിച്ചിരിക്കാൻ എന്തായാലും അതിന്റെ ചില ഇപ്പൊ ഉള്ളതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ക്രിയേറ്റീവ് കൗമ് എന്നൊക്കെ പറഞ്ഞ മൂഡിലെടുത്ത് ചില അങ്ങനത്തെ ആൾക്കാരാണ്. അവരുടെ കൂടെയാണ് വളരെ കുറച്ചുള്ളെങ്കിലും അവരാണ് പല പല ഏരിയകളിൽ പണിയെടുക്കുന്നവരാണ്. അപ്പൊ അവരെ കൂടെ ഉള്ളതിൽ എന്നെ വളരെയധികം ആകർഷിച്ചൊരു മേഖല ഒരു തിരക്കഥാകൃത്ത് ആവുക, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഥകൾ ഫിക്ഷനിൽ ഉണ്ടാക്കിയിട്ടാണ് ഈ പാട്ടുകളൊക്കെ എഴുതുന്നത്. അപ്പൊ എനിക്ക് തന്നെ അതിനൊരു സിനിമ എന്നുള്ള ലേബലിലൊക്കെ അതിനൊന്നും ഞാൻ ഓഫ് കോഴ്സ് എനിക്കുണ്ട് ഡയറക്റ്റ് ചെയ്യണമെന്ന് പൂതിയുണ്ട്. അല്ല, ഐ എം സ്ട്രോങ്, ഐ എം കോൺഫിഡന്റ്. അതിൻ്റെതായ പാത സ്വീകരിച്ചിട്ട് ഇൻഷാള്ള യോഗം വിദ്യുണ്ടെങ്കിൽ ആയിരുന്നു. അങ്ങനെ ഒരു പടം വരികയാണെങ്കിൽ ഇപ്പൊ ഡെപ്സി പറഞ്ഞ പോലെ തന്നെ ഡെപ്സിന്റെ മണ്ണിന്റെ മണമുള്ള മലപ്പുറം കഥയാവുമോ അതോ ഒരു റാപ്പറിന്റെ ജീവിത കഥയാവുമോ, ഏത് രീതിയിലുള്ള ജേണൽ നമുക്ക് പ്രതീക്ഷിക്കാം? എനിക്ക് തല്ല് ഭയങ്കര അമ്മോ, അടിപിടി ഈ സാധനം ഒരു പരിപാടി മനസ്സിലുണ്ട്, അങ്ങനെ ഇടയ്ക്ക് കുറിക്കുന്നുണ്ട്. പിന്നെ ഒരു വെല്ലുമാളൊരു പരിപാടി ഉണ്ട്. കുറെ സാധനം മനസ്സിൽ. അപ്പൊ പാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കല്ല, നമ്മൾ അനുഭവിച്ച കുറെ സാധനങ്ങൾ സിനിമയിലൂടെ ഒക്കെ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുള്ളൂ. ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ 3 മിനിറ്റാ. അതല്ലല്ലോ ഒരു സിനിമ. ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ 2.5 മണിക്കൂർ to 3 മണിക്കൂർ വേണമെങ്കിൽ 3.5 മണിക്കൂർ ആൾക്കാരെ കൊണ്ടുപോകാം.
അതിനെന്ന് ഞാൻ പാകപ്പെടുന്ന എനിക്ക് ബോധ്യമാവുമ്പോൾ ഞാൻ പുറത്തു വരും, ഇറക്കിയിരിക്കും. അല്ല, എല്ലാ വ്യക്തികളും എല്ലാ പടം ഉണ്ടായിക്കണ ചൂണ്ടവരില്ല. ഫാഫയെ നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാമോ? നടാത്ത തയ്യാണ് നമ്മള് പറഞ്ഞുകൊടുക്കണത്. അത് നട്ടിട്ട് ചിലപ്പോ ഇത് കണ്ടിട്ടായിരിക്കും ഫാഫ ചോദിക്കാണ് പടം, എടാ മോനെ പടം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് കേട്ടു. കഥകള് മനസ്സിലുണ്ട്. കാര്യം നമ്മൾ അത്രയും മണ്ണിൽ ജീവിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ കാണുന്നവരായിട്ടൊക്കെ വർത്താനം പറയും. യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അന്ന് എവിടെ ഇങ്ങനെ ഒരു അനുഭവിക്കുന്നതാണ് ഒരു യാത്ര. അപ്പൊ പാകപ്പെടണം അതിനൊക്കെ. ചിലപ്പോ അത് ഒരിക്കലും മുളക്കാത്തൊരു തയ്യാണ്. പക്ഷെ മനസ്സിലാകാത്ത ഒരു സ്വപ്നം തീർച്ചയായിട്ടും. പിന്നെന്താ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഡൗട്ട് ഉള്ളത്, ഡബ്സി എന്ന് പറയുന്ന പേര്, അത് ഒരു സ്ഥലത്ത് ഞാൻ കേട്ടു ഡബ്ബാന്ന്, ഡബ്ബൂന്ന്, അങ്ങനെ എന്തോ വിളിച്ച്. രണ്ട് സംഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് എന്റെ നാട്ടില് മൊയ്തുണിക്ക മുപ്പര് നിര്യാതനായിരിക്കും. അപ്പൊ ആ ഒരു ആളുടെ ഒരു ആളെ നാട്ടുകാരൊക്കെ അഭിസംബോധന ചെയ്തതിന് ആ ഒരു പേരിലായിരുന്നു ഡബ്ബക്ക എന്ന് പറഞ്ഞൊരു പേര്. അതുപോലെ തന്നെ ആ സമയം എന്റെ ചൈൽഡ്ഹുഡ് ഒരു 7th അല്ലെങ്കിൽ 6th. അർത്ഥത്തിലുണ്ട് നമ്മുടെ നാട്ടിലെ ടിഫിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോകണ ചോറ്റും പാത്രത്തിന് കൂടെ കൊണ്ടുപോകണ എനിക്ക് കുറച്ചധികം ചെറിയ ചെറിയ ഡബ്ബകളുണ്ട്. പക്ഷെ പിന്നെ അതിങ്ങനെ വന്ന് ഡബ്ബ ആദ്യം കേൾക്കുമ്പോഴുള്ള ഒരു അസ്വാരസ്യതകളിൽ നിന്നും അതിനെ ഞാൻ ഭയങ്കരമായി സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെ അത് ഞാൻ എൻ്റെ ഒരു ആർട്ടിസ്റ്റ് നെയിമായിട്ട് ഇങ്ങനെ എല്ലാവരും വിളിക്കലതായി. പക്ഷെ ഫാസിൽ എന്നുള്ള പേര് മാറി പലരിന്റെ യഥാർത്ഥ നാമം അറിയാത്ത അവസ്ഥ വരെ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ടിൽ ഡേറ്റ് നോബഡി നോസ്. എന്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് ഫാസിൽ അൻവി എന്നാണ്. എല്ലാരും പേര് ഡബ്സിന്നോ അല്ലെങ്കിൽ സംതിങ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അത് ചൈൽഡ്ഹുഡ് ആ ഒരു സ്കൂൾ ടൈമാണ് അതിന്റെ റീസൺ. അത് മാറ്റണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? മാറ്റണം എന്ന് തോന്നിയില്ല. പിന്നെ ഡബ്ബ പിന്നെ ഡബ്സി ആയി. ഏതോ അത് എനിക്ക് തോന്നുന്നു +1 അതിന്റെ റിയാസ്, ഷബീർ, സൽമാൻ, അല്ലെങ്കിൽ രമീഷ്, സൽമാൻ, ആ ഒരു നൗഫൽ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ ഈ പാട്ടിനോട് ഭയങ്കര താല്പര്യം തോന്നി. അങ്ങനെ ഇത് ബാൻഡ് ഡബ്ബ എന്നുള്ള രീതിയിൽ ബാൻഡൊക്കെ രൂപീകരിക്കാനുള്ള മൂഡ്. പിന്നെ പൊന്നാടിയിലൊക്കെ പോയിട്ട് 2 പാട്ടൊക്കെ കൂട്ടിയത് കടുവ കൂട്ടേരി എന്നൊക്കെ പറഞ്ഞിട്ട് അനീസ്, ജസീം എന്നൊക്കെ സുഹൃത്തുക്കൾ. അപ്പൊ തന്നെ എങ്ങനെയും എന്തെങ്കിലും ആക്കാന്നുള്ള മൂഡായിരുന്നു. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് പോയിട്ട് ഒരു ആർട്ടിനെ ഫോളോ ചെയ്യാൻ പോകുന്നവർക്ക് ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ അവരെ ഇട്ടെറിഞ്ഞിട്ട് അവസാനം എവിടേക്കെങ്കിലും ഓടേണ്ട അവസ്ഥ വരും. നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമുള്ള ഒരു മേഖലയാണ് കല ചൂസ് ചെയ്യുന്നവർ അന്ധകാലത്ത്. പക്ഷെ ഇന്നത് മാറി, ഭയങ്കര ചേഞ്ചില്ല. അപ്പൊ അന്ന് അത് ചെയ്ത് നോക്കി വർക്കാവാത്തതല്ല, അതിൽ നിൽക്കാൻ കഴിയില്ല നമുക്ക്. പോന്നു പിന്നെ തിരിച്ച് അതിൽ തന്നെ വരേണ്ട ഒരു അവസ്ഥ കിട്ടി. അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് കാണും. ഈ ഫാൻസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കൂടുന്നുണ്ട്. സോ അതൊരു 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഡബ്സിയുടെ അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ. അത് ആസ്വദിക്കുകയാണോ അതോ ചില സമയത്ത് അതൊരു പ്രൈവസിനെ ബാധിക്കുന്നുണ്ടോ? നോർമലി എല്ലാ സെലിബ്രിറ്റീസിനോടും ചോദിക്കണമെന്ന് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു വേറൊരു വ്യക്തിയായിട്ട് ഞാൻ എവിടെ നടക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ചായ പിടിക്കണമെങ്കിൽ ചായക്കടയിൽ പോയിട്ട്, ചെറിയ ചായക്കടയിൽ പോയിട്ട് ചായ പിടിക്കണമെങ്കിൽ ചെറിയ ചായക്കടയിൽ തന്നെ പോകണം. അപ്പൊ ജിജി 10,000 ചെലവാക്കിട്ട് ഞാൻ കാര്യം നല്ല കുഞ്ഞബ്ദുക്കാടെ ചായട്ടുണ്ടെങ്കിൽ അവിടെ 2 അടി 2 ഓണടിച്ച് മൂപ്പര് നോക്ക അവിടെ നിക്കലുണ്ടുള്ള വേണമെങ്കിൽ ഇവിടെ അവരേതായ രീതിയിൽ പോണ ആൾക്കാരാണ്. അപ്പൊ അവരാ നല്ല വൃത്തിക്ക് അടിച്ചായിരുന്നു, നല്ല അവർ ചായ കുടിക്കണേ വേറെ എവിടെയും പോയാൽ കിട്ടില്ല. അപ്പൊ ഇനി പെരയിൽ ഓർഡർ ചെയ്താലോ കിട്ടൂല. അപ്പൊ അത് കുടിക്കണേ ഞാൻ എന്താ കേട്ടോ 6 മണി വരെ മൂപ്പരുണ്ടാവുള്ളൂ. ഇക്ക് വേണ്ടിട്ട് 10 മണി വരെ മുമ്പിൽ ഓപ്പൺ ആക്കൂല. അമ്മാതിരി പൂളിയും പോയിട്ട് തിന്നാ ചോദിക്കാൻ പോവാ. ഞാൻ ചോദിക്കാണ്, നമ്മള് എത്ര വലിയ മനുഷ്യനായാലും കിട്ടാനുള്ള തന്നെ പോയി മേടിക്കണം. അതിന്റെ ആവശ്യങ്ങൾക്ക് പോകുമ്പോ ആളുകൾ വരുന്നതാണ്, അതിനെ ഡീൽ ചെയ്യണം. അല്ലാതെ അത് എടുക്കാൻ കഴിയില്ല. അല്ല, അത് ആസ്വദിക്കുന്നില്ല നല്ല രീതിയിൽ. ഒരു പക്ഷെ നേരെ തിരിച്ചു ചിന്തിച്ച് നോക്കി നിങ്ങള്, എന്നൊക്കെ അവിടെ പോയി ചാടിക്കാൻ നിന്നെ ഒരാളും നോക്കിയിരുന്നില്ല. നീ നേരെ 5 മിനിറ്റ് ആരെന്നെ വരുന്ന അവരെന്നെ ഇഷ്ടം കൊണ്ടാണ് എൻ്റെ അടുത്ത്. പക്ഷെ ആ സമയം എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും ഞാൻ സോറി ചോദിക്കാൻ തയ്യാറാ. ഫിക്കറിലൊക്കെ ഉണ്ടാകണം, മനുഷ്യന്മാരാണ്. ഇല്ല, ഞാൻ ഇന്റേതായ രീതിയിലാണ് ഞാൻ നിന്നിട്ട്. ചൂടാവണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാത്ത സാധനം കണ്ടാൽ ഞാൻ ചൂടാവും. അതിലേക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്തിനു പേടിക്കണം? ആ ഒരൊറ്റ സാധനം കൊണ്ട് ഇന്നെ ആരോ വിലയിരുത്തുക. അപ്പൊ ഞാൻ അവരോ തെറ്റേര്. ഇതൊക്കെ ഒരു കയറ്റത്തിനൊരു ഇറക്കുന്നുണ്ട്. ഏത് നിമിഷവും എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ജീവിതത്തിൽ വരാതെ എങ്ങനെ പോവാ? ഇപ്പൊ എല്ലാരും സക്സസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത് അവരുടെ തരത്തിലൊരു സക്സസ് ആണ്. ഞാൻ കിടന്ന് ഉറങ്ങണതിനാണ് ഏറ്റവും സക്സസ് ആണ്. സമാധാനത്തോടെ ഒരു പരിപാടിയൊക്കെ ബസ്സിനൊക്കെ കഴിച്ച് സുഖമായിട്ട്
കൂർക്കുണ്ടെങ്കിൽ അത്തിരി അടിപൊളി. അല്ല ഞാൻ പറയാണ്, അത്ര റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങാം. അതെ ശരിയാണ്. അതിനാണ് ലക്ഷറി. മനസ്സമാനമില്ലാതെ കുറെ കോടിണ്ടായിട്ട് എന്ത് കാര്യം? സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർന്നു. അതാണ് ലക്ഷറി എന്ന് വിശ്വസിക്കുന്നത്. മെന്റൽ പീസ് സുഖമായിക്കിടന്ന് ഉറങ്ങാം. ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ഒരുപാട് ഇപ്പൊ നമ്മള് മലപ്പുറത്തെ ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ വളർന്ന ഒരാള് ലണ്ടൻ വിദേശ രാജ്യങ്ങൾ മൊത്തം കവർ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. സോ അതൊരു വലിയൊരു അംബിഷൻ സാറ്റിസ്ഫൈ ചെയ്ത ഒരു സംഭവം. ഇതൊക്കെ എന്നോടുള്ളൊരു വിപ്ലവമാണ്. എന്നോട് തന്നെയുള്ളൊരു വിപ്ലവം. പണ്ട് ഈ പറഞ്ഞ ദുബായ് കാലഘട്ടത്തിൽ ഞാൻ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്കും മറ്റ് യൂറോപ്പ് രാജ്യങ്ങളൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. ഇന്നും ഇറ്റ്സ് ദ. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്കോ ഞാൻ അങ്ങനെ അവരെ തരം താഴ്ത്തി സംസാരിക്കില്ല. ഐ റെസ്പെക്ട് ഓൾ. അവരെല്ലാവരും ഒരു ട്രൈബാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ട്രൈബാണെന്ന് വിശ്വസിക്കുന്നത്. ഈ സാധനമാണ് SSLC സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഈ മണവാളത്തേക്കും ഈ പറഞ്ഞ ഇതും വെച്ചിട്ട് ഞാൻ കറങ്ങി വന്നത്. ഞാനൊരു IELTS എഴുതേണ്ടി വന്നില്ല. എനിക്ക് ബാങ്കിൽ ബാലൻസ് കാണിക്കേണ്ടി വന്നില്ല. അവരുടെ സോ ആരാണ് അവിടെ ആർട്ടിന് ആരാണ് ഇവിടെ ബാരിയേഴ്സ് ഉണ്ടാക്കി? അല്ലെങ്കിൽ ആര് ആയി ഫോളോ ചെയ്യാൻ പോകുമ്പോഴും ആരാണ് ചെയ്യരുതെന്ന് പറഞ്ഞ് അത് തിരിച്ച് കാണിച്ചു കൊടുക്കലാണ് ഞാൻ പറഞ്ഞ വിപ്ലവം. ആൻഡ് ഐ പ്രൂവ്ഡ്. I've gone and I came and I'm in front of you now with my art. Now I'm sitting here also. Yes. So that makes sense. Art എന്ന് പറഞ്ഞ വിപ്ലവമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും വിപ്ലവമാണ്. 101. അവന്റെ പേന, അവന്റെ ശബ്ദം, അവന്റെ കണ്ണ്, എല്ലാതും ആർട്ടിസ്റ്റ് വരക്കണമെന്നതിലെല്ലാവരും അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. എൽസ് ഹൂ ക്യാൻ ഇൻഫ്ലുവൻസ്? ടെൽ മീ ബ്രോ, ഹൂ ക്യാൻ ഇൻഫ്ലുവൻസ്? ആർക്കാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? ഒരു ആർട്ടിസ്റ്റിനാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഹീ ഈസ് നോട്ട് പെർഫെക്റ്റ് ഓർ ഷീ ഈസ് നോട്ട് പെർഫെക്റ്റ്. എന്തായാലും അവരും സാധാ മനുഷ്യന്മാർ. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ഓഫ് ഫിനിഷ്. Bharat College of Nursing, Tiruvallur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MJR University. Admission open for BSc Nursing 2024. ACCA CMA CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.